Hi friends, welcome to Roshni's Vlogs. ഇന്ന് നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന വട്ടയപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് ഇഡ്ഡലി റൈസ് ആണ് എടുത്തേക്കുന്നത്. ഇതിന് കുറച്ചൊരു പശപ്പശപ്പുള്ള ഒരു റൈസാണ്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ കഴുകിയതിന് ശേഷം നമുക്കിതൊരു 3 മണിക്കൂറെങ്കിലും കുതിരാനായിട്ട് വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ അരി ഇവിടെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ചോറാണ് അരയ്ക്കുന്നത്. ഇത് നമ്മൾ ആ ഇഡ്ഡലി റൈസിൻ്റെ അരി തന്നെ വേവിച്ചെടുത്തതാണ്. അപ്പോൾ ഞാൻ സാധാരണ വീട്ടിലുണ്ടാക്കുമ്പോഴത്തേക്കിന് നമ്മുടെ കുത്തരിച്ചോറ് തന്നെയാണ് ചേർക്കുന്നത്. അപ്പോൾ അത് ചേർക്കുമ്പോഴത്തേക്കിന് വട്ടയപ്പത്തിന് ഇത്ര നല്ല വൈറ്റ് കളറ് കിട്ടത്തില്ല. അപ്പോൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഇഡ്ഡലി റൈസ് തന്നെ വേവിച്ചെടുത്തതാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ അരി എടുത്ത ആ ഗ്ലാസ്സിൽ തന്നെ ഒരു 3/4 ഗ്ലാസ് പഞ്ചസാര വേണം. അപ്പോൾ ഇത്രയും തന്നെ എടുക്കണം, കാരണം നമ്മുടെ വട്ടയപ്പം വെന്ത് വരുമ്പോഴത്തേക്കിനും പിന്നെ മധുരം കാണത്തില്ല. പിന്നെ ഒരു അരമുറി തേങ്ങ ചിരകിയത് വേണം. പിന്നെ ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർക്കുന്നത്. അപ്പം ഞാൻ മിക്സിയുടെ ജാറിൽ 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത്. ആദ്യം നമുക്ക് കുറച്ച് റൈസ് ഇടാം. അപ്പം അതിൻ്റെ കൂടെ 2 പിടി തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ചോറ് ചേർക്കാം. ചോറ് നമുക്ക് മൊത്തത്തിൽ ഒരു 5 ടേബിൾ സ്പൂൺ മതിയാവും. പിന്നെ ഒരു പകുതിയോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ 1 ടീസ്പൂൺ ഈസ്റ്റാണ് ചേർക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഈസ്റ്റും ഏലക്കാപ്പൊടിയൊക്കെ ഒരു പ്രാവശ്യം ചേർത്താൽ മതി. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ചേർത്താൽ മതി. ഒരുപാട് വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ വട്ടയപ്പം നമ്മുടെ ശരിയായി വരത്തില്ല. അങ്ങനെ 2 പ്രാവശ്യമായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ 2-3 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കിനും മാവ് നന്നായിട്ട് പൊങ്ങി വരും. നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സ്റ്റീമറിനകത്ത് സ്റ്റീൽ പാത്രം തന്നെയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേറെ പാത്രം ഉണ്ടെങ്കിൽ അതെടുക്കാം. അപ്പോൾ ഇത് മാത്രമേ ഇതിനകത്ത് ചേർത്തുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തേക്കുന്നത്. ഇതിനകത്ത് നമുക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മളെടുക്കുന്ന പാത്രത്തിൻ്റെ ഒരു 3/4 ഭാഗത്തോളം മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഈ വട്ടയപ്പത്തിൻ്റെ മുകളിലോട്ട് കുറച്ച് കാഷ്യൂവും കിസ്മിസും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ വട്ടയപ്പം എന്തോന്ന് നമുക്ക് നോക്കാം. ആറി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അൺമോൾഡ് ചെയ്തെടുക്കാം. നമ്മുടെ വട്ടയപ്പം ആറി വന്നിട്ടുണ്ട്. നമുക്കിത് അൺമോൾഡ് ചെയ്തെടുക്കാം. നമ്മുടെ വട്ടയപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് വട്ടയപ്പമാണ്. നമ്മുടെ വട്ടയപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. ബൈ.